ബലാത്സംഗ പരാതിയിൽ പരാതിക്കാരിക്കെതിരെ കൂടുതൽ തെളിവുകളുമായി രാഹുൽ മാങ്കൂട്ടത്തിൽ മുദ്രവച്ച കവറിൽ 3 തെളിവുകൾ കൂടി കോടതിയിൽ സമർപ്പിച്ചിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിൽ കേരള പോലീസിന്റെ മീശയ്ക്ക് മുന്നിലൂടെ നടന്നു പോയിട്ടാണോ ഇതൊക്കെ കൊടുക്കുന്നതെന്നാണ് ചോദ്യം. ഇപ്പൊ ഒരു സ്വിഫ്റ്റ് കാറിന്റെ, ഒരു ചുവന്ന കാറിന്റെ പിന്നാലെയാണ് എല്ലാവരും ഓടിക്കൊണ്ടിരിക്കുന്നത്. ഏതൊരു യുവനടിയുടെ കാറാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട്. എന്താ പറയാ, രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന വ്യക്തി തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടണമെന്ന് തന്നെ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാനൊരു കോൺഗ്രസ്സുകാരനോ അല്ല, ഒരു കോൺഗ്രസ് അനുഭാവി അല്ല, ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ തന്നെയാണ്. എനിക്ക് പറയേണ്ട വിഷയങ്ങൾ പറയേണ്ട സമയത്ത് തന്നെ പറയണം. അതാണ് എൻ്റെ ഒരു സ്റ്റൈൽ. അതാണ് കോടതി നടക്കുന്ന ഒരു വിഷയമാണല്ലോ അല്ലെ. ഈ കോടതിയിൽ നടക്കുന്ന ഒരു വിഷയത്തെ ഇവരെന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ വിധി പറയുന്നതിന് മുന്നേ തന്നെ ഇയാൾ പ്രതിയാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഇതിനെതിരെ ശബ്ദിക്കുന്ന ആളുകളൊക്കെ ഒരു ജയിലിൽ ഇട്ടുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. ഇവിടെ വലിയ തെളിവുകൾ രാഹുൽ മാങ്കൂട്ടത്തിൽ കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. ഈ കൊടുത്ത തെളിവുകൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ കേട്ട ഒരു ശബ്ദ സന്ദേശമുണ്ട്. ഈ ശബ്ദ സന്ദേശം മുഴുവനല്ല നമ്മൾ കേട്ടിട്ടുള്ളത്, കുറച്ച് കഷ്ണങ്ങളാണ് കേട്ടിട്ടുള്ളത്. അതിന്റെ പൂർണ്ണ രൂപമാണ് അദ്ദേഹം കോടതിയിൽ സമർപ്പിച്ചത് എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇവിടെ ഈ ഒരു സ്ത്രീ പറയുന്ന കാര്യങ്ങൾ മാത്രമാണ് ഇവിടെ ആളുകൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അല്ലെ. അങ്ങനെയെങ്കിൽ ഒരു വിവാഹം കഴിച്ച ഒരു സ്ത്രീയാണ്, ഒരു പുരുഷൻ, ഒരു ഭർത്താവുണ്ട്. ആ ഭർത്താവിനെ ചതിച്ചുകൊണ്ട് മറ്റൊരു ആളുമായിട്ട് ഇങ്ങനെ ഒരു ബന്ധത്തിലേക്ക് പോകുമ്പോൾ നമ്മളതെങ്ങനെ അംഗീകരിക്കും? നമുക്ക് എങ്ങനെ അത് ആക്സെപ്റ്റ് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. സപ്പോർട്ട് ചെയ്യുന്ന ആളുകളോടാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിനെ വലിയ രീതിയിൽ ആക്രമിക്കുന്ന ഒരു കൂട്ടം യൂട്യൂബർമാരെയും ഞാൻ കാണുന്നുണ്ട്. രാഹുൽ ഈശ്വറിനെ ആക്രമിക്കുന്ന ആളുകളും കാണുന്നുണ്ട്. രാഹുൽ ഈശ്വർ നല്ല രീതിയിൽ തന്നെയാണ് സംസാരിച്ചിട്ടുള്ളത്. എന്നിട്ട് പോലും ആളെ നേരെ കൊണ്ടുപോയിട്ട് ജയിലിലിട്ടു. കൊള്ളാം, നല്ല നടപടികളാണ് എന്നുള്ളതാണ്. നമുക്ക് നേരെ വാർത്തയിലേക്ക് കടക്കാം. അതിന് പുറമെ വിവാഹിതയായപ്പോഴും ഒരുമിച്ചുണ്ടായിരുന്നു എന്ന് തെളിയിക്കാനുള്ള ചില ഫോട്ടോകളൊക്കെയാണ് നൽകിയിരുന്നത്. അതിൽ കൂടുതൽ ഫോട്ടോകളാണ് ഇന്നിപ്പോൾ കോടതിയിൽ ഹാജരാക്കിയ ഒരു പ്രധാന തെളിവ്. മറ്റൊന്ന്, മൊബൈൽ ഫോണുകളിൽ വാട്സാപ്പ് ചാറ്റ് നടത്തിയിരുന്നു. അത് സംബന്ധിച്ച് ചില ആധികാരികമായ രേഖകൾ കൂടി കഴിഞ്ഞ ദിവസം കോടതിയിൽ കൊടുത്തിരുന്നു. ആ രേഖയെ ഒന്നുകൂടി ഉറപ്പിക്കുന്നതിന് ഹാഷ് വാല്യൂ, അതായത് മൊബൈലിന്റെ ഹാഷ് വാല്യൂ ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് മറ്റൊരു തെളിവായി ഇന്നിപ്പോൾ കോടതിയിൽ ഹാജരാക്കിയിട്ടുള്ളത്. മൂന്നാമത്തെ തെളിവ് എന്നുള്ളത് ഫോൺ സംഭാഷണങ്ങളാണ്. അതായത് ഇപ്പോൾ പുറത്ത് വന്നതിനപ്പുറത്തേക്ക് കൂടുതൽ സംഭാഷണം രാഹുൽ അദ്ദേഹത്തിന്റെ ഫോണിൽ സൂക്ഷിച്ചിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ഫോൺ സംഭാഷണങ്ങളെല്ലാം തന്നെ അവർ പരസ്പര സമ്മതത്തോടെയുള്ള ബന്ധം മാത്രമായിരുന്നു എന്ന് തെളിയിക്കാനുള്ളതും എല്ലാം പരസ്പര സമ്മതത്തോടെ നടന്നു എന്ന് തെളിയിക്കാനുള്ളതുമാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഓക്കെ, എല്ലാ മാധ്യമങ്ങളും ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം തന്നെയാണ്. പക്ഷെ ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ ആണിനെ എപ്പോഴും പ്രതിയാക്കുക എന്നുള്ള ഒരു കാര്യം, അല്ലെങ്കിൽ ആണ് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മാത്രം ചൂണ്ടിക്കാണിക്കുക എന്നുള്ള ഒരു ഇതാണല്ലോ. സ്ത്രീകൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ, തെറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതൊന്നും മൈൻഡ് ചെയ്യാൻ ആരും വരില്ല എന്നുള്ളതാണ്. കൊള്ളാം. എന്തായാലും വാട്സപ്പ് സന്ദേശങ്ങൾ സമർപ്പിച്ചിട്ടുണ്ട്. അതുകൂടാതെ തന്നെ ഒരുപാട് വോയിസ് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഏത് രീതിയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിലിന് ഗുണമാവുക എന്ന് പറയാൻ കഴിയില്ല. നാളെയാണ് ജാമ്യ അപേക്ഷ പരിഗണിക്കുന്ന ദിവസം. 3-ാം തീയതിയാണ് ജാമ്യം പരിഗണിക്കുക. അതിൽ അറിയാൻ കഴിയും. മിക്കവാറും ഈ കൊടുത്ത കാര്യങ്ങൾ കൊണ്ടൊക്കെ അവർക്ക് ജാമ്യം കിട്ടാൻ സാധ്യതയുണ്ട്. ഇങ്ങനെയുള്ള 3 തെളിവുകളാണ് ഇന്നിപ്പോൾ വീണ്ടും മുദ്രവെച്ച കവറിൽ ഹാജരാക്കിയിട്ടുള്ളത്. അതായത് ഇപ്പോൾ ഈ കേസ് ജാമ്യ ഹർജി കോടതിയിൽ, മുൻകൂർ ജാമ്യ ഹർജി ജില്ലാ സെഷൻസ് കോടതിയിൽ ഫയൽ ചെയ്തതിന് ശേഷം രാഹുൽ 2 തവണയായിട്ടാണ് ഇപ്പോൾ മുദ്രവെച്ച കവറിൽ തെളിവുകൾ കോടതിയിലേക്ക് എത്തിക്കുന്നത്. അതായത് ഒളിവിൽ ഇരുന്നിട്ടാണെങ്കിലും ഏത് തരത്തിലും ഈ കേസിൽ ജാമ്യം നേടാനുള്ള കൂടുതൽ തെളിവുകൾ പരാതിക്കാരിക്കെതിരെ കോടതിയിൽ ഹാജരാക്കിക്കൊണ്ടിരിക്കുകയാണ് രാഹുലിനായി അഭിഭാഷകൻ. ഓക്കെ, എന്തായാലും കൊള്ളാം. ഇങ്ങനെ തന്നെയാണ് നമ്മുടെ നിയമങ്ങളൊക്കെ നടക്കുന്നത് എന്നുള്ളതാണ്. ഒരു പോലീസുകാരൻ ഒരു അതിജീവിതയെ പീഡിപ്പിച്ചപ്പോ അതൊന്നും മാധ്യമങ്ങൾ വലിയ രീതിയിൽ ചർച്ചയാകുന്നില്ല. അതൊന്നും കൂടാതെ ആളെ അറസ്റ്റ് ചെയ്യുന്നില്ല, ആളെ റിമാൻഡിൽ കൊണ്ടുപോകുന്നില്ല. ആൾക്കൊരു സസ്പെൻഷനും കൊടുത്തിട്ട് ഗവൺമെന്റ് ശമ്പളത്തിൽ തന്നെ വീട്ടിലിരിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്താൽ നമ്മുടെ കോടതിയൊക്കെ സമ്മതിച്ചു പോയി കേട്ടോ, അല്ലെങ്കിൽ നമ്മുടെ നിയമ സംവിധാനങ്ങൾ സമ്മതിച്ചു പോയി എന്നുള്ളതാണ്. കുറ്റം ചെയ്യുന്ന ആളുകളുടെ ആ ഒരു ഇത് നോക്കിയിട്ടാണോ, പദവിയൊക്കെ നോക്കിയിട്ടാണോ ആളുകൾക്ക് ശിക്ഷ നടപ്പിലാക്കുന്നതെന്നാണ് എൻ്റെ ചോദ്യം. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ആ ഒരു വ്യക്തി ചെയ്ത തെറ്റിനെ ആ ഒരു സ്ത്രീ പരമാവധി അദ്ദേഹത്തിന്റെ ആ ഒരു ശബ്ദ സന്ദേശവും അതൊക്കെ ഇട്ടിട്ട് ആളെ പരമാവധി ക്രൂശിച്ചിട്ടുണ്ട്. നിയമപരമായിട്ടാണ് പോകുന്നത്, നിയമത്തിന് മുന്നിലാണ് കൊണ്ടുകൊടുക്കേണ്ടത്. ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കയ്യിലുള്ള ആ ഒരു ശബ്ദ സന്ദേശങ്ങളൊന്നും മാധ്യമങ്ങളുടെ മുന്നിലിട്ട് ആ സ്ത്രീ അപമാനിച്ചിട്ടില്ല. അയാളെയാണ് അപമാനിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു വോയിസ് ഒക്കെ ആ സ്ത്രീ ഉപയോഗിച്ചിട്ടുള്ളത് അല്ലെ. തീർച്ചയായിട്ടും അപ്പൊ അവരുടെ ഭാഗത്ത് ഒരു വലിയ അജണ്ട നടപ്പിലാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ജനം TV ആണ് ഇതിന്റെ പിന്നിൽ നടന്നത് അല്ലെങ്കിൽ പ്രവർത്തിക്കുന്ന കാര്യങ്ങളൊക്കെ ഇപ്പൊ വ്യക്തമായിട്ട് ജനങ്ങൾക്ക് അറിയാന്നുള്ളതാണ്. എന്തായാലും മുന്നേ നടന്ന ഒരു സംഭവമാണ് നമ്മുടെ യുവനടിയുടെ ഒരു ശബ്ദ സന്ദേശം അല്ലെങ്കിൽ വീഡിയോ. നിങ്ങളൊന്ന് കാണണം. വേണം എന്ന തരത്തിലുള്ള മെസ്സേജുകൾ വേറെയും സ്ത്രീകൾക്ക് അയച്ചിട്ടുണ്ടെന്ന് പലരും പറഞ്ഞുള്ള അറിവുണ്ട് എന്ന് മാത്രമാണ് ഞാൻ പറയാം. എനിക്ക് അങ്ങനെ ഒരു മെസ്സേജ് ആരും അയച്ചിട്ടില്ല. പലരും പറഞ്ഞ അഭിപ്രായങ്ങൾ ചേർത്ത് വെച്ചിട്ട് ഇങ്ങനെയുള്ള ആളുകളെയൊക്കെ എന്തിനാണ് ഇങ്ങനെയുള്ള ചർച്ചയിൽ കൊണ്ടുവരുന്നത്? സ്വന്തമായി അഭിപ്രായം ഇല്ല, ആരോ പറഞ്ഞ കാര്യങ്ങൾ. എന്താണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ സ്ത്രീയോട് ചെയ്ത് തെറ്റ്? ഒരു മെസ്സേജ് അയച്ചു, ആ മെസ്സേജ് വൃത്തിയോടുള്ള മെസ്സേജ് അല്ല,
അവർക്ക് പരാതിയില്ല കേട്ടോ. അങ്ങനെയുള്ള ഒരു സമയത്താണ് അവരെ ചാനൽ ചർച്ചകൾ വിളിച്ചു വരുത്തിയിട്ട് പല സ്ത്രീകളോടും ഞാൻ ഇങ്ങനെ ഗർഭധാരണവുമായി ബന്ധപ്പെട്ടുള്ളതാണ് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട്, എനിക്ക് അറിവുണ്ട് എന്ന്. പലരും പറഞ്ഞത് കേട്ടുകൊണ്ട് ഓരോന്ന് സോഷ്യൽ മീഡിയയിൽ ഒന്ന് പറയില്ല എൻ്റെ പൊന്നു ചേച്ചി. ഇനി കാണാൻ പോണ ഈ വീഡിയോ നിങ്ങൾ കാണണം. അത് നമ്മുടെ വിച്ചു റിയാക്ട് ചെയ്തൊരു വീഡിയോ ആണ്, ഒന്ന് കണ്ടോക്കെ. അതിജീവിതയുടെ പരാതി കിട്ടി 24 മണിക്കൂർ തികയും മുമ്പേ രാഹുൽ ഈശ്വറിനെ പൊക്കാൻ നമ്മുടെ സാറന്മാർക്ക് എന്ത് ആവേശമാണ്. ഇതേ സാറന്മാരുടെ ഒരു ഏമാൻ ഡിവൈഎസ്പി കേസ് ഒതുക്കി തീർക്കാന്നും പറഞ്ഞ ഒരു സ്ത്രീയെ പീഡിപ്പിച്ചതിന് നിങ്ങൾ കൊടുത്ത ശിക്ഷ സസ്പെൻഷൻ. പെൺവാണിഭ കേസിൽ പിടിക്കപ്പെട്ട യുവതിയെ കേസിൽ നിന്ന് ഒഴിവാക്കാമെന്ന് പറഞ്ഞ് പീഡിപ്പിച്ചതായി ആരോപണം നേരിടുന്ന വടകര ഡിവൈഎസ്പി എ ഉമേഷിനെ ഒടുവിൽ സസ്പെൻഡ്. അതെന്ത് സാറന്മാരെ, രാഹുൽ ഈശ്വറിനെ കസ്റ്റഡിയിലെടുക്കാൻ കാണിച്ച ആവേശം ഈ ഡിവൈഎസ്പി ഏമാനെതിരെ കാണിക്കാത്തത്? ഈ ഡിവൈഎസ്പി ഏമാൻ കാണിച്ച ചെറ്റത്തരം പുറത്തു വരാൻ നിങ്ങളുടെ ഒരു സഹപ്രവർത്തകന്റെ ആത്മഹത്യാ കുറിപ്പ് വേണ്ടി വന്നു. ഇക്കഴിഞ്ഞ 15-ന് ഔദ്യോഗിക ക്വാർട്ടേഴ്സിൽ ജീവനൊടുക്കിയ ചെർപ്പളശ്ശേരി SHO ബിനു തോമസിന്റെ ആത്മഹത്യാ കുറിപ്പിൽ ഉന്നയിച്ച ആരോപണങ്ങൾ പ്രഥമ ദൃഷ്ട്യാ വസ്തുതാപരമെന്ന് ബോധ്യപ്പെട്ട സാഹചര്യത്തിലാണ് നടപടി. അതിജീവിതയുടെ ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്തു എന്ന് പറഞ്ഞിട്ടാണ് രാഹുൽ ഈശ്വറിനെ കസ്റ്റഡിയിലെടുത്തത്. മറ്റൊരു അതിജീവിതയെ പീഡിപ്പിച്ച ഈ കാക്കിയിട്ട നാറിയെ പിടിച്ച് അകത്തിടാൻ നിങ്ങളെ കൊണ്ടൊന്നും പറ്റൂലേ? അതാണ് ഇരട്ടത്താപ്പ് എന്ന് പറയുന്ന കാര്യം. പോലീസുകാരനായതുകൊണ്ട് തന്നെ അയാൾക്ക് സസ്പെൻഷൻ കൊടുത്തു, അയാൾ വീട്ടിലിരുന്ന് ഭക്ഷണം കഴിക്കട്ടെ. ഇതൊരു സാധാരണക്കാരനാണെന്നുണ്ടെങ്കിൽ നീ അങ്ങനെ വെറുതെ ഭക്ഷണം കഴിക്കണ്ട, നീ ജയിലിൽ കിടന്നു ഉണ്ട തിന്നെ എന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ടുപോകുന്നുള്ളതാണ്. എന്തായാലും രാഹുൽ ഈശ്വർ അവിടുന്ന് നിരാഹാര സത്യാഗ്രഹം തുടങ്ങി. അദ്ദേഹം പച്ചവെള്ളം മാത്രമാണ് കുടിക്കുക, ഭക്ഷണം വേറൊന്നും കഴിക്കില്ല എന്നുള്ളൊരു കാര്യമാണ് പറയാൻ കഴിഞ്ഞിട്ടുള്ളത്. രാഹുൽ മാങ്കൂട്ടത്തിൽ കോടതിയിൽ കുറച്ച് കാര്യങ്ങൾ സമർപ്പിച്ചിട്ടുണ്ട്. നമ്മൾ എല്ലാ വശങ്ങളും നോക്കണം. ഇരയുടെ കൂടെ തന്നെയാണ് ഞാൻ ഇപ്പോൾ നിന്നിട്ടുള്ളത്, ഇരയുടെ കൂടെ തന്നെയാണ് നിൽക്കുന്നത്. ആരാണ് ഇര എന്നുള്ളത് കോടതി തീരുമാനിക്കട്ടെ. അപ്പോൾ വീണ്ടും വരെ പുതിയ വാർത്താവിശേഷങ്ങളുമായി സന്ദീപ് സൈനിങ് ഓഫ്.